മനുഷ്യന്റെ ആഡംബരങ്ങളോ ആർഭാടമോ ഒന്നുമില്ലാതെ പ്രകൃതി പച്ചപ്പണയിച്ച വയനാട്ടിലെ സുന്ദരമായ ഒരു ഇടമാണ് മാനന്തവാടി തലപ്പുഴയ്ക്കടുത്തുള്ള മുനീശ്വരൻ കുന്ന്. വനംവകുപ്പിന്റെ കീഴിലുള്ള നോർത്ത് വയനാട് ഡിവിഷന്റെ ഇക്കോ ടൂറിസം സെന്ററുകളിലൊന്നാണ് മുനീശ്വരൻ കുന്ന്. വയനാടിന്റെ വാഗമണ്ണെന്ന വയനാടൻ പൊന്മുടിയായ കുന്നിന്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. വയനാടിന്റെ വാഗമണ്ണെന്നറിയപ്പെടുന്ന മുനീശ്വരൻ കുന്നിലേക്കാണ് ഇന്നത്തെ യാത്ര. മാനന്തവാടിയിൽ നിന്ന് 16 കിലോമീറ്റർ മാത്രം അകലെയായി സ്ഥിതി ചെയ്യുന്ന മുനീശ്വരൻ കുന്നിന്റെ ദൃശ്യഭംഗി സഞ്ചാരികളുടെ മനം കവരുന്നതാണ്. കാണാം മുനീശ്വരൻ കുന്നിലെ കാഴ്ചകൾ. തലപ്പുഴ ടൗണിൽ നിന്ന് 3 കിലോമീറ്ററാണ് മുനീശ്വരൻ കുന്നിലേക്കുള്ള ദൂരം. കുന്നുകയറി മുകളിലെത്തിയാൽ നട്ടുച്ചയ്ക്ക് പോലും മുനീശ്വരൻ കുന്നിൽ കാറ്റും തണുപ്പുമാണ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് സഞ്ചാരികൾക്ക് ഇവിടേക്കുള്ള പ്രവേശനം. ബ്രഹ്മഗിരി കുന്നുകളുടെ മനോഹാരിത ഒപ്പിയെടുത്ത മലനിരകളും തേയിലത്തോട്ടങ്ങളും തിരുനെല്ലിയിലെ പക്ഷിപാതാളവും മക്കിമലയുമെല്ലാം ഇവിടെ നിന്ന് കണ്ടാസ്വദിക്കാം. സമുദ്രനിരപ്പിൽ നിന്ന് 3000-ലധികം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മുനീശ്വരൻ കുന്നിൽ നിന്ന് നോക്കിയാൽ വടക്കേ വയനാടിന്റെ ആകാശ ദൃശ്യങ്ങളും കാണാം. മാനന്തവാടി നിയോജകമണ്ഡലം, അതായത് വടക്കേ വയനാട് നിയോജകമണ്ഡലത്തിലെ ഇത്രയും ഉയരത്തിലുള്ള, ഏറ്റവും കൂടുതൽ ഉയരത്തിലുള്ള സ്ഥിതി ചെയ്യുന്ന ഒരു പോയിന്റാണ് മുനീശ്വരൻ കുന്ന് എന്ന് പറയുന്നത്. അതായത് സമുദ്രനിരപ്പിൽ നിന്ന് മുനീശ്വരൻ കുന്നിന്റെ ടോപ്പിൽ എത്തുമ്പോഴത്തേക്കും 3500 അടിക്ക് മേൽ ഹൈറ്റ് വരും. അതായത് 1000 മീറ്ററിന് മേലെ ഹൈറ്റ് ഉണ്ട്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് കാലാവസ്ഥ മാറുന്നത് തൊട്ടറിയാം. അതുതന്നെയാണ് പ്രധാന അട്രാക്ഷനായിട്ട് ജനങ്ങൾ ഇവിടേക്ക് എത്തുന്നത്. മഞ്ഞൾ പൊതിഞ്ഞ പ്രഭാതങ്ങളും തിളങ്ങുന്ന വയനാടൻ മലനിരകളും ചെമ്പട്ട് നിറമുള്ള സായാഹ്നങ്ങളുമൊക്കെ മുനീശ്വരൻ കുന്നിന്റെ മാത്രം പ്രത്യേകതകളാണ്. വയനാടിന്റെ മഞ്ഞും തണുപ്പും പ്രകൃതി ഭംഗിയുമൊക്കെ ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികൾ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഇടമാണ് മുനീശ്വരൻ കുന്ന്. ഒരിക്കലും സഞ്ചാരികളെ മുനീശ്വരൻ കുന്ന് നിരാശരാക്കില്ല. വീഡിയോ ജേർണലിസ്റ്റ് അതുൽ ആംബ്രയ്ക്കും ആൽബിൻ മാത്യുവിനുമൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.